ഹാരി പോട്ടർ പരമ്പരയുടെ സൃഷ്ടാവാണ് ജെ.കെ. റൗളിംഗ്. ജെ.കെ. റൗളിംഗ് ആണ് ലോക പ്രശസ്ത എഴുത്തുകാരി. അവർ ഏറ്റവും ഫേമസ് ആയത് ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന ആദ്യ പുസ്തകം ആയിരുന്നു. അത് എഴുതി പൂർത്തിയാക്കിയപ്പോൾ പക്ഷേ അവർക്കത് പ്രസിദ്ധീകരിക്കാൻ ഒരുപാട് പ്രസാധകരെ കണ്ടെങ്കിലും അവരാരും സമ്മതിച്ചില്ല. റൗളിങ്ങിന് വലിയ നിരാശയായി. എന്നാലും 12ഓളം പ്രസാധകർ ഈ കയ്യെഴുത്ത് പ്രതി കാണ്ടപാടെ നിരസിച്ചു. റൗളിംഗ് ദുരിതപൂർണ്ണമായ ജീവിതത്തിലൂടെ അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിലൂടെ എന്തെങ്കിലും നേടാമെന്ന് കരുതി ഈ പ്രസാധകരെ സമീപിച്ചത്. അവർ ഈ ഡിവോഴ്സി ആയിരുന്നു. ഒരു ചെറിയ കുട്ടിയും അവർക്കുണ്ടായിരുന്നു. സാമ്പത്തികമായി വളരെ ക്ലേശം അനുഭവിക്കുന്ന ഒരു സമയത്താണ് അവർ ഈ പുസ്തകം എഴുതിയത്. ഈ സാഹചര്യങ്ങളിലും ഒരു പുസ്തകം എഴുതി അത് നിരസിക്കപ്പെട്ടാലുള്ള അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. സാമ്പത്തികം മാത്രമല്ല, മനസ്സുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളും ആത്മവിശ്വാസവും ഒക്കെ തകർന്നു പോകും. അവർ തകർന്നു. എന്നാൽ അവർ തൻ്റെ സ്വപ്നത്തിൽ ഉറച്ചു നിന്നു. ഒരു കൊല്ലത്തിന് ശേഷം ബ്ലൂംസ്ബെറി പബ്ലിഷിംഗ് എന്ന സ്ഥാപനം അവരുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. ബ്ലൂംസ്ബെറിയുടെ എഡിറ്ററുടെ 8 വയസ്സുകാരിയായ മകൾക്ക് പുസ്തകം വായിക്കാൻ കൊടുത്തപ്പോൾ അവൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ടാണ് പ്രസാധകർ ഈ പുസ്തകം പ്രസിദ്ധപ്പെടുത്താൻ താല്പര്യം കാണിച്ചത്. പിന്നീടുള്ളത് ചരിത്രമായി. ഹാരി പോട്ടർ പുസ്തക പരമ്പര ലോക ജനതയുടെ ഹൃദയത്തിൽ ഇടം നേടി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തക പരമ്പരകളിൽ ഒന്നായി ഈ പുസ്തകം മാറി. റൗളിംഗ് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ എഴുത്തുകാരിൽ ഒരാളായി. ക്ഷമയുടെയും അചഞ്ചലമായ ദൃഢനിശ്ചയത്തിൻ്റെയും ഏറ്റവും മികച്ച ഉദാഹരണമാണ് ജെ.കെ. റൗളിങ്ങിൻ്റെ ജീവിതം. പലവട്ടം നിരസിക്കപ്പെട്ടു. എന്നാലും തനിക്ക് ഒറ്റ ലക്ഷ്യമേയുള്ളൂ, ഈ പുസ്തകം പ്രസാധനം ചെയ്യണം. ആ സ്വപ്നത്തിൽ നിന്ന് അവർ പിൻവാങ്ങിയില്ല. ഒരുപാട് ക്ലേശങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഈ സ്വപ്നത്തിൽ അവർ അടിയുറച്ചു നിന്നു. പിന്നെയും ശ്രമങ്ങൾ നടത്തി, പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം ഒരു പ്രസാധകൻ തൻ്റെ കുട്ടിക്ക് പുസ്തകം വായിക്കാൻ കൊടുത്തിട്ട് ആ പുസ്തകം പ്രസിദ്ധപ്പെടുത്താൻ തീരുമാനിച്ചു. അതോടെ അവരുടെ ജീവിത കഥ മാറി, അവരുടെ കരിയർ ഗ്രാഫ് മാറി. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായ ആളായി റൗളിംഗ് മാറി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എപ്പോഴെങ്കിലും നമുക്ക് നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടായാലും നമ്മൾ കാത്തിരിക്കുക. നമുക്കൊരു ഊഴമുണ്ട്, നമുക്കൊരു സമയം വരും. നടൻ ശ്രീനിവാസൻ എപ്പോഴും പറയും, ഒരുവൻ ഈ മണ്ണിൽ ജനിച്ചു പോയാൽ അവൻ്റെ ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിലേക്ക് കാര്യങ്ങൾ ഇറങ്ങി വരും എന്ന വിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയായിരുന്നു റൗളിങ്ങിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഹാരി പോട്ടർ സീരീസ് കൊണ്ട് ലോകപ്രശസ്തിയായ റൗളിങ്ങിൻ്റെ ജീവിതം നമുക്ക് വഴികാട്ടിയാകട്ടെ.